ഉളിക്കൽ മണ്ഡപപ്പറമ്പ് മൂലോത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുകയാണ്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ അതിവേഗം തന്നെ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ഉത്സവം ഭംഗിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം ഭാരവാഹികളും. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇപ്പം നമ്മളോടൊപ്പം ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ചേരുകയാണ്. നമ്മുടെ ഉളിക്കൽ ശ്രീ മൂലോത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ 10 ദിവസങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഉത്സവത്തിൻ്റെ 4ാം വർഷത്തെ ഉത്സവമാണ് നാളെ മുതൽ ഇവിടെ ആരംഭിക്കുന്നത്. നാളെ മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെയാണ് ഉത്സവം നടക്കുന്നത്. വിവിധ കലാപരിപാടികളും ക്ഷേത്ര ചടങ്ങുകളോടും കൂടിയാണ് ഉത്സവം നടക്കുന്നത്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഉത്സവത്തിന് നമ്മുടെ പൊങ്കാലയാണ് മെയിൻ. 3-ാം തീയതിയാണ് പൊങ്കാല. ഈ വർഷത്തെ 2026 തിരുവുത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെ കൊണ്ടാടുകയാണ്. ആദ്യ ദിവസം ഒരു DJ ഘോഷയാത്രയും, അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഗണപതിയുടെ ഉത്സവമായ ഗണേശോത്സവം ക്ഷേത്രത്തിൽ നാളികേര സമർപ്പണത്തോടുകൂടി നടക്കുന്നതാണ്. 3-ാമത്തെ ദിവസം ശാസ്താവിനും അതുപോലെ തന്നെ കലവറക്കൽ ഘോഷയാത്രയും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച പൊങ്കാലയും, അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ, ഗാനമേള, കരോക്കെ ഗാനമേള, നൃത്തസന്ധികൾ, വിവിധ കുട്ടികളുടെ കലാപരിപാടികൾ, ഇതൊക്കെ കൊണ്ട് വളരെ ഗംഭീരമായിട്ട് 10 ദിവസം കൊണ്ടാടുകയാണ്. ഈ ദേശത്തിൻ്റെ നാഥനായിട്ടുള്ള മണ്ഡപപ്പറമ്പ് മഹാദേവൻ്റെ ഉത്സവത്തിലേക്ക് ആപാലബന്ധം ജനങ്ങളും വന്നു ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സഹായ സഹകരണങ്ങളും തന്ന് ക്ഷേത്രം കമ്മിറ്റിയോട് സഹകരിക്കണമെന്നും വിനീതമായി നാട്ടുകാരോട് അപേക്ഷിക്കുന്നു. ഇവിടെ തിരുവുത്സവത്തിനൊരു അനുവാദം ചോദിക്കൽ ചടങ്ങും കൂടെ നടക്കുന്നുണ്ടല്ലോ നാളെ. ഉത്സവം 10 ദിവസമായി കൊണ്ടാടപ്പെടുമ്പോൾ ഈ പ്രാചീന ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ വട്ടവേൽ ഗുഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന സന്യാസിയായിരുന്നു ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണികൾ കഴിപ്പിച്ചതെന്നും ഇതിൻ്റെ ആദ്യ പൂജകൾ ചെയ്തതെന്നും പുള്ളി അവിടെ ഒരു യോഗീശ്വരനായിട്ട് വാഴുന്നുണ്ടെന്നും പ്രശ്നചിന്തയിൽ കാണുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം വട്ടവേൽ യോഗീശ്വര ഗുഹാസന്നിധിയിൽ പോയി അനുവാദം ചോദിച്ചുകൊണ്ട് നടത്തപ്പെടുവാനും അന്നേ ദിവസം യോഗീശ്വര സന്നിധിയിൽ ശ്രീ മൂലോത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ മേൽശാന്തി പൂജകൾ ചെയ്തുകൊണ്ട് അവിടുത്തെ ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നതാണ്. ഈ അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് DJ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി 1-ാമത്തെ ദിവസമായ നാളെ വട്ടവേൽ യോഗീശ്വര സന്നിധിയിലേക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും അനുവാദം ചോദിക്കുന്നതായിട്ട് പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഈ വേളയിൽ ആ ഘോഷയാത്രയിൽ പങ്കാളികളാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉത്സവത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഉത്സവമായി തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള കൈപ്പങ്ങാട് കുന്നിൽ നിന്നും കാവടി ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടാണ് 4ാമത്തെ ഉത്സവമായ സുബ്രഹ്മണ്യൻ്റെ ഉത്സവം ഇവിടെ നടക്കുന്നത്. ആ ദിവസം ഈ ദേശത്തിലെ കുട്ടികളെല്ലാവരും കാവടി എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് കാവടിയോടുകൂടിയാണ് ആ ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കലവറ നിറക്കൽ ഘോഷയാത്ര തിങ്കളാഴ്ച, ഗണപതിക്കുള്ള ഉത്സവം 2-ാമത്തെ ദിവസമായ ചൊവ്വാഴ്ച 1-ാം തീയതി കലവറ നിറക്കൽ ഘോഷയാത്ര മണ്ഡപപ്പറമ്പ് മഹാഗണപതി ദേവീക്ഷേത്രത്തിൽ നിന്നും, അതുപോലെ തന്നെ ഉരുപ്പുള്ളകരി കൈപ്പങ്ങാട് ദേശത്തു നിന്നും 2 ദേശക്കാരുടെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ് ക്ഷേത്രത്തിൽ വന്നു ചേരുന്നത്. പറനിറക്കൽ ചടങ്ങ് ഈ ദേശത്തിൻ്റെ നാഥനായിട്ട് വാഴുന്ന ശ്രീ മഹാദേവന് ഓരോ വർഷവും അവരവരുടെ സമ്പൽ സമൃദ്ധിക്കായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഉത്സവത്തിന് പറനിറച്ച് വലിയ കാണിക്കയും സമർപ്പിച്ച് ഭഗവാനെ തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ്. ഭഗവാൻ
പുറത്ത് എഴുന്നള്ളി ക്ഷേത്രത്തിന് വലം വെച്ച് ഭക്തജനങ്ങളെ കാണുവാനായിട്ട് പുറത്തെ പീഠത്തിലിരുന്ന് പറനിറക്കലും അതുപോലെ തന്നെ വലിയ കാണിക്കയും സ്വീകരിക്കും. ഇത് 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒരു ദിവസം പറനിറച്ച് ഭക്തജനങ്ങൾ മുഴുവൻ ഭഗവാനെ തൊഴും. പിറ്റേത്തെ ദിവസം സോപാന സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി വലിയ കാണിക്ക അവനവൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ഭഗവാന്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് മോതിരം വെച്ച് ഭഗവാനെ തൊഴുത് ഭഗവാന്റെ അടുത്ത് നേരിട്ട് തൊഴാൻ പറ്റുന്ന ഒരു അവസരമാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടിയിലും പങ്കാളികളാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഒന്ന്. ഇവിടെ ഭഗവാൻ സകുടുംബമാണ് ഉള്ളത്. അതായത് ശ്രീ പരമേശ്വരനും പാർവതീ ദേവിയും ഗണേശ്വരനും ശാസ്താവും സുബ്രഹ്മണ്യനും പിന്നെ പുറത്ത് നാഗപ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഇനി നമ്മളോട് മാതൃസമിതി അംഗങ്ങളും നമ്മുടെ കൂടെ ഉണ്ട്. തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള മുൻകൂർ പണികളൊക്കെയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ അനുജ്ഞാഘോഷയാത്രയാണ് ഗുഹാക്ഷേത്രത്തിലേക്ക്. അത് പതിമേളങ്ങളോടുകൂടി പോകുന്നുണ്ടെന്ന് നാളെ. പിന്നെ 8-ാം തീയതി വരെയുള്ള ഉത്സവം സജീവമായിട്ട് പങ്കുകൊള്ളണം. പിന്നെ പൊങ്കാല ഏപ്രിൽ 3-ാം തീയതി. ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 10 മണി വരെ പ്രസാദകൂട്ട് വഴിപാടായി സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ലാസ്റ്റത്തെ 3 ദിവസം ഉച്ചയ്ക്കും പ്രസാദകൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ബുധനാഴ്ച ഏപ്രിൽ 8-ന് തീരുന്ന ദിവസം മഹാപ്രസാദകൂട്ട് ഉച്ചയ്ക്കുണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ പ്രസാദകൂട്ടിൽ പങ്കാളികളാണെന്ന് ക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പൊങ്കാല സമർപ്പണത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഭക്തജനങ്ങൾ അതിൻ്റെ റെസീറ്റായിട്ടുള്ള 300 രൂപയാണ്. ആ രൂപ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും വിറകടക്കം എല്ലാ സാധനങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടായിട്ട് കൊടുക്കുന്നതാണ്. അത് നോയമ്പെടുത്ത് 3 ദിവസം നോയമ്പെടുത്ത് എല്ലാ ഭക്തജനങ്ങളും പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി. ബാക്കി എല്ലാ സാധനങ്ങളും ക്ഷേത്രം കമ്മിറ്റി ഇവിടെ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് പൊതുവെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം പൊങ്കാലയിടാൻ വരുന്ന പ്രായമായവർക്ക് സ്ത്രീകൾക്കും ഒക്കെ ദേഹാസ്വസ്ഥ അനുഭവപ്പെടാനുള്ള സാധ്യതയും നമ്മൾ അത് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുണ്ടോ? എങ്ങനെ അവർക്ക് ശുശ്രൂഷ നൽകാനൊക്കെ ആയിട്ട്? പരമാവധി രാവിലെ 8 മണിക്ക് തന്നെ പൊങ്കാല ആരംഭിച്ച് ഒരു 10:30 മണിയോടുകൂടി പൊങ്കാല സമർപ്പിക്കാൻ രീതിയിലാണ്. വെയിലിന് ചൂട് വരുന്നതിന് മുമ്പ് തന്നെ പൊങ്കാല സമർപ്പിക്കാനുള്ളൊരു സംവിധാനവും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഈ ഒരിക്കലെടുത്ത് വരുന്നവർക്കുള്ള ഭക്ഷണവും ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിനെ വലിയൊരു കാര്യമായിട്ട് ബാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. പൊങ്കാല ഇടുന്ന എല്ലാവർക്കും കുടിവെള്ളവും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ആർക്കും വിശന്നും ദാഹിച്ചു ഒന്നും ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന ആരും വിശന്നും ദാഹിച്ചു ഒന്നും ഇതുവരെയും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭഗവാനോടുള്ള ഞങ്ങൾ ഇവിടെ മൂലത്തുകുന്ന് അപ്പൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമുള്ള കാര്യമാണ്. ഉത്സവാഘോഷമാക്കാൻ അതെ അത് ഒരുങ്ങി നിൽക്കുകയാണ്. ഏപ്രിൽ 8 വരെ നമുക്ക് അതെ നാളുകളാണ്. ഉത്സവത്തിൻ്റെ നാളുകളാണ്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെയാണ് ഇവിടുത്തെ തിരുവുത്സവം കൊണ്ടാടുന്നത്. ഈ തിരുവുത്സവത്തിലേക്കായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളെപ്പറ്റി ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ഇവിടെ വളരെ വിശദമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് പൊങ്കാല വളരെ ഒരു കാര്യമായിട്ടുള്ളൊരു നേർച്ചയായിട്ട് തന്നെ എല്ലാ ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. ദേവിക്കുള്ള പൊങ്കാല നമ്മൾ തന്നെ പിന്നെ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ഇതാണ് ഇവിടെ വരുന്നത്. സൂര്യപ്പൊങ്കാലയായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് 4ാമത്തെ വർഷം ഇതിവിടെ 4ാം വർഷം നടത്തുന്നത്. അപ്പം ജനങ്ങളെല്ലാവരും തന്നെ ഇതിന് താല്പര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ പൊങ്കാലയിൽ പങ്കുചേരണമെന്നുള്ള ആഗ്രഹമുണ്ട്. കുറേ പേർക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് സമർപ്പണമായിട്ട് ചെയ്യുന്നവരും ഉണ്ട് പൊങ്കാല. എല്ലാ ഭക്തജനങ്ങളും ഈ തിരുവുത്സവ പരിപാടിയിലേക്ക് പങ്കാളികളാകണമെന്ന് എല്ലാവരോടും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാളെ മുതൽ ഇവിടെ ഉത്സവാഘോഷങ്ങൾ തുടങ്ങുകയാണ്. ആ ഉത്സവാഘോഷം തുടങ്ങണമെങ്കിൽ അവർ പറഞ്ഞിരുന്നു വട്ടവയൽ ഗുഹാക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു അനുജ്ഞാന ഘോഷയാത്ര നടത്തപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ആ വട്ടവയൽ ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ വട്ടവയൽ ഗുഹാക്ഷേത്രത്തിൽ യോഗീശ്വര സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അനുജ്ഞാന ഘോഷയാത്ര, അതായത് മൂലത്തുകുന്ന് ശിവക്ഷേത്രത്തിലെ അനുജ്ഞാ ഘോഷയാത്ര എത്തുന്നത് ഈ വട്ടവയൽ ഗുഹാക്ഷേത്ര യോഗീശ്വര സന്നിധിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കൂടെ നമുക്കൊന്ന് വേഗത്തിൽ അറിഞ്ഞു വരാം.
അപ്പോൾ നമ്മുടെ യോഗേശ്വര സന്നിധിയിൽ ഇങ്ങനെ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ തിരുവയിടുന്നൊരു സമ്പ്രദായം ഉണ്ട്. ആ തിരുവൈപ്പുല്ല് കലച്ച് വന്നപ്പോഴാണ് ഈ ഗുഹേൻ്റെ രൂപങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ താഴെയായിരുന്നു ആ ഗുഹ മാന്തി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഗുഹ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഈ ഗുഹ മാന്തുന്നത്. ഈ ഗുഹയെല്ലാം മാന്തി കുറച്ച് കാലം അതിനകത്ത് വിളക്ക് വെക്കലും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഒരു യോഗീശ്വരനാണ് ഇവിടുത്തെ ആൾ. അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് കുറച്ച് ബ്രാഹ്മണരും അവരുടെ ഇല്ലമുണ്ട് ഇതിന് താഴെ തന്നെ. ഇല്ലപ്പറമ്പും ബ്രാഹ്മണ തെങ്ങിപ്പാർത്ത ഭൂമിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കല്ല് കൊത്താൻ ഇവിടെ കൊടുത്തിട്ടാണ് ഗുഹ ആദ്യത്തെ ഗുഹ കളഞ്ഞു. രണ്ടാമത് നമ്മൾ നിർമ്മിച്ചത് ആക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്ന ഗുഹ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി ഇത് ശുദ്ധമാക്കി ഇന്നിപ്പം വെളുത്തവാവിന് പൂജാദികൾ നടത്തും. മൂലത്തുംകുന്ന് അമ്പലത്തിൻ്റെ മൂലസ്ഥാനമാകുന്നതാണ് ഈ വട്ടവേലി ഗുഹ. ഇതിൻ്റെ മുൻഭാഗത്തൂടെ ഒരു ആറൊഴുകുന്നതും ദേശം ഉയർന്നതായ ഈ പ്രദേശവും ആണ് വട്ടവേലെന്ന് പറയാനുള്ള കാരണവും. വട്ടത്തിൽ വയലായതുകൊണ്ട് വട്ടവേലെന്ന് പേര് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇത്രയും കാലങ്ങളായി ഇപ്പം 2-3 വർഷമായിട്ട് മൂലത്തുംകുന്ന് നിന്ന് കുറച്ച് ആളുകൾ വന്ന് ഈ പരിപാടിക്കെല്ലാം പങ്കെടുത്ത് ഒരു ഘോഷയാത്രയായിട്ട് അവർ മടങ്ങിയും പോകുന്നു. ഇവിടെ വന്ന് യോഗീശ്വരൻ്റെ അനുവാദം ചോദിച്ച് അവർ പോകുന്നതിന് ഒരു മുന്നോടിയായിട്ടാണ് ഇത്. അതായത് മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ തിരുവുത്സവം നടക്കണമെങ്കിൽ ഇവിടെ ഒരു അനുവാദം ചോദിക്കൽ ചടങ്ങാണ് ഇവിടെ നടത്തുന്നത് അല്ലേ? വേണം. എൻ്റെ പേര് സദാനന്ദൻ, ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആരെയും കൊണ്ടുവന്ന് പുറത്തുനിന്ന് പൂജാരിമാരെയോ മറ്റൊന്നും കൊണ്ടുവന്ന് ചെയ്യിക്കാറില്ല. പക്ഷേ ഒരു നിയോഗം പോലെ മൂലത്തുംകുന്നിലെ ശാന്തിക്കാരനെ കൊണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ ഒരു പൂജ നടത്തിക്കണം എന്നൊരു വിധി വന്നു. അതുപ്രകാരം വർഷത്തിലൊരിക്കൽ അവർ വന്നിവിടെ ഒരു പൂജ നടത്താറുണ്ട്. അത് ഈ മൂലത്തുംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ദിവസമാണ് തിരഞ്ഞെടുക്കുക എല്ലാ വർഷവും. ഇപ്പോൾ ഈ വർഷം വന്നിട്ടുള്ളത് മാർച്ച് മാസം 30-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉള്ള ഭക്തജനങ്ങളും മറ്റ് നാട്ടുകാരും എല്ലാവരും കൂടി ഇവിടെ വന്ന് ഘോഷയാത്ര ആയി വന്ന് ഇവിടെ അവർ വന്ന് ഒരു പൂജ നടത്തും. അതിൻ്റെ ഭാഗമായി അവർ വരുമ്പോൾ അവർക്കൊരു സ്വീകരണവും അന്നേ ദിവസമുള്ള ഒരു അന്നദാനവും അത് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും തന്നെ സഹകരിച്ചു പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂർ സമയം, ഏകദേശം ഒരു 6 മണിക്കൊക്കെ നമ്മൾ തുടങ്ങിയാൽ രാത്രി ഒരു 10 മണി വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞ് മറ്റ് ചടങ്ങുകൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അങ്ങും ഇങ്ങും മടങ്ങും. പിന്നീട് എല്ലാ മലയാള മാസവും വെളുത്ത വാവിന് ഒരു പൂജയും നേദ്യവും യോഗീശ്വരന് സമർപ്പിക്കും. അന്ന് കുറേ ജനങ്ങളുണ്ടാവും, ഈ നാട്ടിലുള്ളവരുണ്ടാവും, മറ്റ് പുറത്തുനിന്ന് അറിഞ്ഞു കേട്ട് വരുന്നവരുണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാവും. അതിപ്പം മുടങ്ങാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഇനി പോരാത്ത കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നാട്ടുകാരുടെ നല്ല സഹകരണം കാണുന്നുണ്ട്. അമ്പല കമ്മിറ്റികളുമായിട്ടും ഒക്കെ യോജിച്ചുകൊണ്ട് വെളമനയിലെ വിഷ്ണു ക്ഷേത്രമായിട്ടായാലും മൂലത്തുംകുന്ന് ശിവക്ഷേത്രം, മണ്ഡപപ്പറമ്പ് ശ്രീ ഗണപതി ക്ഷേത്രം, ഇതൊക്കെയായി സഹകരിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം ഇതൊരു മാതൃകാപരമായ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാറും എന്നല്ല, മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇത് മുൻപോട്ട് ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഉത്സവം എന്നുള്ള രീതിയിൽ നടത്താൻ തുടങ്ങി? ഇപ്പോൾ 5ാമത്തെ വർഷമല്ല, 5ാം വർഷം. 5ാം വർഷം. ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ക്രമീകരണങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ അന്നദാനമാണ് അന്നത്തെ ദിവസം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സദ്യ നമ്മൾ ഈ വട്ടവേൽ ദേശത്തുള്ള ആൾക്കാരാണ് അധികവും ഇതിനകത്ത് തന്നെ പ്രവർത്തിച്ച് വരുന്നത്. നാട്ടുകാരുണ്ട്. പിന്നെ ഭക്ഷണമാക്കാനൊക്കെ അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഭക്ഷണം ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം, പിന്നെ ഒരു വറവ്, ചാറും ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പായസവും ഉണ്ട് കൂട്ടത്തിൽ. ഇതിപ്പോൾ 2 ക്ഷേത്രത്തിൻ്റെയും കൂടെ ഉത്സവമായതുകൊണ്ട് തന്നെ നല്ല ആളുടെ തിരക്ക് കാണുമല്ലോ. അപ്പോൾ ഈ വർഷം കൂടുതൽ ആൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഞങ്ങൾ അതിന് ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ അവരെല്ലാവരും വരാം എന്നൊരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പം കൂടുതൽ ആൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ നമ്മളൊരു 1000 ആളുടെ ഭക്ഷണം ആക്കുന്നത്, ഇപ്രാവശ്യം അതിനേക്കാൾ ഒരു കൂടുതൽ ഭക്ഷണം ആക്കേണ്ട ഒരിത് കാണുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കുഴൽക്കിണറടിച്ചു, അതെല്ലാം ശരിയായി. എല്ലാം യോഗീശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതിപുരാതനവും പ്രസിദ്ധവുമായ മണ്ഡപപ്പറമ്പ് മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ തിരുവുത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. ഉത്സവത്തിന് അനുവാദം ചോദിക്കൽ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ വട്ടവയൽ ഗുഹാക്ഷേത്രത്തിൽ യോഗീശ്വര സന്നിധിയിലാണ്. ഈ 2 ക്ഷേത്രങ്ങളും ഒത്തുചേരുന്ന ഒരു സംഗമ പുണ്യഭൂമി കൂടിയാവുകയാണ് ഈ ഉത്സവാഘോഷം.
ക്യാമറമാൻ ഹരിക്കൊപ്പം സൂര്യാനൂപ്, ഏജനറ്റ്.